എന്ത് സാധനവും ഉപയോഗശൂന്യമായാലും രണ്ടാമതൊന്ന് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്നവരാണ് മിക്ക ആളുകളും. അങ്ങനെ ക്രിയേറ്റീവായി അവ മറ്റു ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നവരും ഈ ലോകത്തുണ്ട്. വാഹനങ്ങളുടെ ടയറുകൾ ഉപയോഗശൂന്യമായി കഴിഞ്ഞാൽ അവ വലിച്ചെറിയുകയോ ഉള്ളിൽ മണ്ണും വളവും നിറച്ച് ചെടികൾ വളർത്തുന്നതുമൊക്കെ നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ട്. എന്നാൽ അമേരിക്കക്കാർ പഴയ ടയറുകൾ ഹൈവേകൾക്കടിയിൽ കുഴിച്ചിടുകയാണ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? എന്തിനാണ് ഇങ്ങനെ ടയറുകൾ ഹൈവേകൾക്കടിയിൽ കുഴിച്ചിടുന്നത് എന്ന് നോക്കാം. ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് ഉപയോഗിച്ച ടയറുകൾ കുന്നുകൂടുന്നതിനാൽ ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി സൗഹൃദപരവുമായ ഒരു പരിഹാരം തേടുകയായിരുന്നു അമേരിക്ക. ശക്തവും ദീർഘകാലം നിലനിൽക്കുന്നതുമായ റോഡുകൾ നിർമ്മിക്കുന്നതിന് പഴയ ടയറുകൾ ഇപ്പോൾ എങ്ങനെ പുനരുപയോഗിക്കുന്നു എന്ന് വിശദീകരിക്കുന്ന ഒരു വീഡിയോ പുറത്തു വന്നതോടെയാണ് ടയറുകൾ കൊണ്ട് ഇങ്ങനെയും ഉപയോഗമുണ്ടെന്ന കാര്യം പലരും അറിയുന്നത്. എന്തിനാണ് അമേരിക്കക്കാർ പഴയ ടയറുകൾ ഹൈവേകൾക്കടിയിൽ കുഴിച്ചിടുന്നത്? കാരണം ലളിതമാണ് എന്ന് ചോദിക്കുന്നതോടെയാണ് ഈ ഒരു വീഡിയോ ആരംഭിക്കുന്നത്. ഉപയോഗിച്ച ടയറുകൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാതെ വർഷങ്ങളായി അമേരിക്ക ബുദ്ധിമുട്ടുകയായിരുന്നു. റബ്ബർ, സ്റ്റീൽ, മറ്റ് രാസവസ്തുക്കൾ എന്നിവ കൊണ്ടാണ് ടയർ നിർമ്മിച്ചിരിക്കുന്നത്. അതിനാൽ അവ എളുപ്പത്തിൽ നശിച്ചു പോകില്ല. അതേസമയം ഇവ കത്തിച്ചു കളയുന്നത് അപകടകരമാണ്. കാരണം അത് വിഷപ്പുകയാണ് പുറപ്പെടുവിക്കുന്നത്. കൂടാതെ വലിച്ചെറിയുന്നത് വർഷങ്ങളോളം മാലിന്യ കൂമ്പാരങ്ങളായി മാറുകയും ചെയ്യുന്നു. ഈ പ്രശ്നം പരിഹരിക്കാൻ എഞ്ചിനീയർമാർ ഒരു പുതിയ ആശയം കൊണ്ടുവന്നു. ടയറുകൾ വലിച്ചെറിയുന്നതിന് പകരം അവർ അവ റോഡിന്റെ അടിഭാഗത്ത് ഉറപ്പിച്ചു നിർത്തി. ഒഴിഞ്ഞ സ്ഥലങ്ങൾ ചരൽ കൊണ്ട് നിറക്കുകയും മുകളിൽ റോഡ് ടാർ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന അസ്ഫാൽറ്റ് കൊണ്ട് മൂടുകയും ചെയ്തു. ഇതോടെ ഒരു സാധാരണ ഹൈവേ പോലെ റോഡ് കാണപ്പെടുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ആയിരക്കണക്കിന് പഴയ ടയറുകളിൽ നിർമ്മിച്ചതാണ് അമേരിക്കയിലെ പല ഹൈവേകളും. ഈ രീതി ഇത്ര നന്നായി പ്രവർത്തിക്കുന്നതിന്റെ കാരണം വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട്. ആദ്യത്തെ നേട്ടം മെറ്റീരിയലുകളിൽ വലിയ കുറവുണ്ടാക്കുന്നു എന്നതാണ്. ടയറുകൾ ഉപയോഗിക്കുന്നത് പുതിയ നിർമ്മാണ സാമഗ്രികളുടെ ആവശ്യകത പകുതിയായി കുറയ്ക്കുന്നു. രണ്ടാമത്തെ നേട്ടം ശക്തിയാണ്. ടയറുകൾ സ്വാഭാവികമായും കരുത്തുള്ളതും ഇലാസ്തികത നിറഞ്ഞതുമാണ്. അതിനാൽ അവ കാറുകളിൽ നിന്നുള്ള ആഘാതം ആഗിരണം ചെയ്യുകയും റോഡ് കൂടുതൽ കാലം നിലനിൽക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഈ റോഡുകളിൽ ചിലത് സാധാരണ റോഡുകളേക്കാൾ ഒരുപാട് കാലം നല്ല നിലയിൽ തുടരുകയും ചെയ്യും. ഏറ്റവും പ്രധാനമായി ദശലക്ഷക്കണക്കിന് പാഴായ ടയറുകൾ വലിച്ചെറിയപ്പെടുന്നതിന് പകരം വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നതാണ്. നവംബർ 22-ന് പോസ്റ്റ് ചെയ്ത ഈ ഒരു വീഡിയോ ഇതിനോടകം 7 ലക്ഷത്തിലധികം ആളുകൾ കണ്ടു കഴിഞ്ഞു. മാത്രമല്ല നിരവധി നല്ല അഭിപ്രായങ്ങളും ലഭിക്കുന്നുണ്ട്. എല്ലാ വർഷവും അമേരിക്ക 250 ദശലക്ഷത്തിലധികം സ്ക്രാപ്പ് ടയറുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്ന് വീഡിയോയിൽ പറയുന്നുണ്ട്. അവയെല്ലാം ലാൻഡ് ഫില്ലുകളിലേക്ക് അയക്കുന്നതിന് പകരം പലതും ക്രം റബ്ബർ എന്നറിയപ്പെടുന്ന ചെറിയ കഷ്ണങ്ങളാക്കി കീറുന്നു. പിന്നീട് ഇത് അസ്ഫാൽറ്റുമായി കലർത്തി റബ്ബറൈസ്ഡ് അസ്ഫാൽറ്റ് ഉണ്ടാക്കുന്നു. ഇത് റോഡിലെ ശബ്ദം കുറയ്ക്കുകയും റോഡുകളെ കൂടുതൽ ശക്തമാക്കുകയും ചെയ്യുന്നു. കൂടാതെ ദീർഘകാല അറ്റകുറ്റപ്പണികൾ കുറയ്ക്കുകയും ചെയ്യുന്നു. ഇന്ത്യക്കും നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണിത്. ഇതുവഴി മാലിന്യം കുറയ്ക്കാം എന്ന് മാത്രമല്ല വിഭവങ്ങൾ ലാഭിക്കുകയും ചെയ്യാം.